കായിക വകുപ്പിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന മാരത്തൺ വിജയികൾക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മാനത്തുക നൽകിയില്ലെന്ന് പരാതി. കിക്ക് ഡ്രഗ്സ് പ്രചാരണ സന്ദേശയാത്രയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച മാരത്തണിലെ വിജയികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കായിക വകുപ്പിൽ നിന്ന് പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് സ്പോർട്സ് കൌൺസിൽ അധികൃതർ പറയുന്നത്. ലഹരിവിരുദ്ധ പ്രചരണ യാത്രയുടെ ഭാഗമായാണ് മാരത്തൺ കായിക വകുപ്പ് സംഘടിപ്പിച്ചത്. മെയ് 5-ന് കാസർഗോഡ് ആരംഭിച്ച യാത്ര 22-ന് സമാപിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കായിക പ്രതിഭകളും യാത്രയുടെ ഭാഗമായി. എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി മാരത്തോൺ മത്സരങ്ങൾ നടത്തി. ഇതിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ നടന്ന പരിപാടിയുടെ സമ്മാനത്തുക ഇതുവരെ ലഭിച്ചില്ലെന്നാണ് പരാതി. ഇതുവരെ പ്രൈസ് മണി ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് അടുത്ത് തന്നെ കിട്ടും, അടുത്ത വരുന്ന ദിവസങ്ങളിൽ തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ക്യാഷും ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് മാരത്തൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന്ന് ഞങ്ങൾ ഓരോ മാരത്തോണിൽ പോയിട്ട് കിട്ടുന്ന പ്രൈസ് മണി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഞങ്ങളെ ചെലവിനും യാത്രക്കും പിന്നെ അടുത്ത മാരത്തോൺ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. മത്സരത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 15,000, 10,000, 7,500 രൂപ വീതവും മറ്റ് 7 സ്ഥാനക്കാർക്ക് 2,000 രൂപ വീതവുമാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്. 14 ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ മാരത്തോണിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ സമ്മാനത്തുകയ്ക്കായി സമീപിക്കുമ്പോൾ കൈയൊഴിയുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പങ്കെടുത്തവർ പറയുന്നു. സർക്കാർ ചതിച്ചു. വയനാട് ഇത് നടത്തിയത് സ്പോർട്സ് കൗൺസിലുകാരെ എല്ലാവരും കൂടെ ആയിരുന്നു. അവിടെ കൗൺസിലെ സാറുമാരൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പോൾ പറയുന്നത് അവർ ഇത് കൗൺസിലുകാരെ അല്ല ഗവൺമെൻറ് ഇല്ല, അങ്ങനെ ഇങ്ങനെ ഒരു അവരുടെ എവിടെ ടച്ച് ചെയ്യാതെയാണ് അവർ നമുക്ക് മറുപടി തരുന്നത്. 1 മാസത്തിനുള്ളിൽ നൽകുമെന്ന് പറഞ്ഞ തുകയാണ് 3 മാസത്തിന് ശേഷവും വിജയികളുടെ കയ്യിലെത്താത്തത്. കായിക വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രശ്നമെന്നാണ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് സമ്മാനത്തുക കൈമാറുമെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.